ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ, മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന അമ്പറിന്റെ കൈയുടെ കൂട്ടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം നല്ല ഫ്ലെയർ ഉണ്ട്, ആദ്യം ഇതാണ് ഫ്ലെയർ താഴെ ഭാഗം. ഫ്ലെയർ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഫ്ലെയറിന് നമ്മൾ ഇങ്ങനെ സോഡിയം ഡയറക്റ്റാണ് ഇട്ടുണ്ടാക്കുക, കുഴപ്പമില്ല, കാണിച്ചു തരുന്നതാണ്. അമ്പറിന്റെ കൈയിന് നമ്മളിങ്ങനെ അതൊരു മടക്കി ചെറുതായിട്ട് മടക്കി വെക്കുക. നെറ്റാണ് പോലെ ഡബിൾ ഫ്ലെയറിലാണ് വന്നിട്ടുണ്ട്. അപ്പൊ അടിഭാഗം കൊടുത്തിട്ടായിരിക്കും. അമ്പർല കൈന്റെ ഫിറ്റിങ് അടിഭാഗം ഫ്ലെയർ ആണ് അടിച്ച് കാണിച്ചിരുന്നത്. അടിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, വീഡിയോ കാണുക, വീഡിയോ നോക്കിയിരിക്കുക. ആദ്യം നമ്മൾ ഒരു മടക്കാണ് മടക്കിയത്, രണ്ട് കൈയും ഇതുമാതിരി ഒരു മടക്കം മടക്കി വെക്കുക. ഒരടി അടിഭാഗം നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അതേപോലെ തന്നെ ഒരു മടക്കൂടെ മടക്കി കൊടുക്കുക. ഇത് ഇന്റർലോക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം കിട്ടുക. ഇന്റർലോക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലെയർ ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ നിൽക്കും, നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കുറച്ച് വീതി കൊടുത്തിട്ട് നമുക്ക് ഇന്റർലോക്കിന്റെ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിഭാഗം അടുത്തടി നമ്മൾ കുറച്ച് വീതി കുറച്ചാണ് ചെയ്യാൻ പോകുന്നത്. കുറഞ്ഞ വീതിയിൽ രണ്ടാമത്തെ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ഇതാ കുറഞ്ഞ വീതി മതി. അപ്പൊ ഇന്റർലോക്ക് പോലെ തന്നെ ഇതാ ചെറിയ വീതിയിലാണ് അടിക്കുന്നത്. ചെറിയ വീതിയിൽ അടിച്ചാൽ പീക്കോക്ക് ഇതേപോലെ ഉണ്ടാവും, ഇന്റർലോക്ക് ഇതേപോലെ ഉണ്ടാവും. തെല്ലിന് കിനാരിക്ക് അടിച്ചെടുക്കുക. 3 ലിമിറ്റുണ്ട്, 3 ലിമിറ്റൊക്കെ കുറച്ച് പണിയുണ്ടോ. അപ്പൊ ഇതാ കൈയിന്റെ അടിഭാഗം കിനാരിക്ക് തെല്ലിന് അടിച്ചു കൊടുക്കുക. അപ്പൊ പീക്കോ ചെയ്ത പോലെ ഇന്റർലോക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ഇന്റർലോക്കിന് പകരം നമ്മൾ ചെറിയ രീതിയിൽ കൈന്റെ ഫ്ലെയർ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. നൂലൊക്കെ ഒന്ന് ഒട്ടി കൊടുക്കുക. സെൻറ്ററിൽ നൂലൊന്ന് പൊട്ടിയിരുന്നു. നൂല് പൊട്ടിയതൊക്കെ നൂല് വെട്ടുമ്പോൾ നൂലിന്റെ തല പുറത്ത് കാണരുത്. കാണാത്ത രീതിയിൽ കുറ്റിയോടൊപ്പം വെട്ടി കൊടുക്കണം. കുറ്റിയോടൊപ്പം നൂലിന്റെ തല വെട്ടി എടുത്തു കൊടുക്കുക. അപ്പൊ ഒരു കൈയിന്റെ ഫ്ലെയർ താഴ്ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി അതേ രീതിയിൽ തന്നെ കുറഞ്ഞ രീതിയിൽ ഇതിന് കിനാരിക്ക് മറ്റേ കൈയുടെ അടിഭാഗം അടിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഫ്ലെയർ ഭാഗം അടിച്ചിരിക്കുന്നു. ഈ രണ്ട് കൈയിന് തുമ്പ് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, മടക്കി അടിച്ച ഭാഗം തുമ്പുള്ള പോകണം. അതിനെ ഉള്ളിലേക്ക് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ സെന്റർ മടക്കിയിടുക. ഇനി മേലെ ഭാഗം നമ്മൾ റിഗാളിന് ഇവിടെ വിട്ടിട്ടിട്ടുണ്ട്. ഇത് കയ്യിൽ ഷോളറിൽ ഫിറ്റായി വരുന്ന ഭാഗമാണ് കൈ. ഇത് താഴോട്ട് ലൂസായി വരുന്ന കൈയായിട്ട് വരുന്ന ഭാഗം. ഇത് ഷോളറിൽ ഫിറ്റായിട്ട് വരും. അപ്പൊ ഷോൾഡറിൽ ഫിറ്റ് ആവേണ്ട ഭാഗം അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിന് പിന്നെ ലൂസ് അളവ് നോക്കേണ്ട കാര്യമില്ല. തെല്ലിന് ചെറിയ കുറച്ച് തുമ്പ് മതി. അരഞ്ച് തുമ്പ് കറക്റ്റാക്കിയിട്ട് റിഗാളിന്റെ അടുത്തോട്ട് കറക്റ്റാക്കിയിട്ട് ഇതാ ഇപ്പൊ റൗണ്ടിലാണ് നമ്മൾ കൈ ഫിറ്റ് ചെയ്ത് വരുന്നത്. റിഗാളിൽ നമ്മൾ റൗണ്ടിലായിരിക്കും ഫിറ്റിങ് വരിക. ഇതിനുള്ള സ്റ്റിച്ചാണ് ഇപ്പൊ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം റിഗാളിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം. തുമ്പ് നോക്കണം, ഉള്ളിൽ തന്നെ തുമ്പ് കൊടുക്കുക. അതിന്റെ തുമ്പും
ഉള്ളിലേക്ക് തുമ്പ് കൊടുക്കുന്ന വിധത്തിൽ മടക്കിയെടുക്കുക. കൈകാലിന്റെ മാർക്ക് നോക്കുക, മാർക്കിൽ വിട്ടിട്ടുണ്ടായിരുന്നു. മാർക്ക് ഇരിക്കുന്നതിന് തുമ്പ് വേണ്ട, അല്ലെങ്കിൽ തുമ്പ് മതി, കുറഞ്ഞ തുമ്പ് മതി, ബാക്കി ഫ്ലയർ ആയിട്ട് തന്നെ കിടന്നുണ്ട്. കെട്ടിട്ടടിക്കുക. ഇനി 2 സ്റ്റിച്ച് കൊടുക്കുക, ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകും. ഇപ്പൊ നമ്മള് അംബ്രല്ല കൈ സ്ലീവ് കഴിഞ്ഞിട്ടുണ്ട്. മുറിച്ചു കഴിഞ്ഞാല് അംബ്രല്ല സ്ലീവ് ആയി. ഇതാണ് അംബ്രല്ല സ്ലീവ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇനി നമ്മളെ ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്രയും ഫ്ലയർ മുറിച്ചു കൊടുക്കുക. ഫ്ലയർ കുട്ടികൾക്ക് നല്ല ഫ്ലയർ ചെറുത് പോലെ തൂങ്ങി കിടക്കും. അംബ്രല്ല കഴിഞ്ഞിട്ട് ഡബിൾ ഫ്ലയർ ആണോ എന്നുള്ളത്. അംബ്രല്ല സ്ലീവ് ഫിറ്റ് ചെയ്യാണെങ്കിൽ സ്ലീവ് അടിക്കേണ്ട രീതിയാണ് ഇപ്പൊ കാണിച്ചത്. അംബ്രല്ല സ്ലീവ് അടിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായി. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.